ഹലോ ഓൾ, വെൽക്കം ടു ജാമിയ ഉറുദു അലിഗർ കേരള. ഇത് നമ്മുടെ ആദ്യ വീഡിയോ ആണ് ഈ ഒരു ചാനലില്. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ജാമിയ ഉറുദു അലിഗർ ബോർഡ് എന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നെയിം പലരും കേട്ടിട്ടുണ്ടാവും, അത്രയും ഫെമിലിയർ ആണ്. കാരണം ഇന്ത്യയിലെ ഓപ്പണിംഗ് സ്കൂളിൽ രംഗത്ത് തന്നെ അതിപുരാതനമായ ഒരു ബോർഡാണിത്. കാരണം ഇത് എസ്റ്റാബ്ലിഷ് ആയത് 1939 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 8 വർഷം മുമ്പ് എസ്റ്റാബ്ലിഷ് ആയ ഒരു ബോർഡാണ്. ഈ 39 എസ്റ്റാബ്ലിഷ് ആയെങ്കിൽ കൂടെ ഇതിന് ഗവൺമെന്റ് റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് 1978 ജൂൺ 28 പക്ഷെ അതിലും കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നോക്കുന്നത്, എല്ലാ സ്റ്റുഡൻസും ഓപ്പണിംഗ് സ്കൂളിൽ രംഗത്ത് നോക്കുന്നത് കോപ്സയിൽ അംഗീകാരം ഉണ്ടോന്നാണ്. കൗൺസിൽ ഓഫ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിൽ ലിസ്റ്റിൽ ഈ ഒരു ബോർഡ് വരുന്നുണ്ടോന്നാണ് പലരും നോക്കുന്നത്. നമുക്കറിയാം പല ബോർഡുകളും ഉണ്ട്. അവർക്ക് കോപ്സയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ജോയിൻ ചെയ്യുള്ളൂ. കാരണം അതിനുശേഷം അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പുറത്തു പോകാൻ അറ്റസ്റ്റേഷൻ ഈ കാര്യത്തിനൊക്കെ പോസിബിൾ ആവുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് ആയ ഒരു ടൈമിലാണ് ജാമിയ ഉറുദു അലിഗർ ബോർഡ് കോപ്സയിൽ ലിസ്റ്റിൽ വന്നത്. അതായത് റീസെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു 2024 ജനുവരിയിലാണ് ഈ ഒരു ബോർഡ് കോപ്സയുടെ അംഗീകാരത്തിൽ വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബോർഡിനെ കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു ബോർഡ് ജാമിയ ഉറുദു അലിഗർ എന്ന ബോർഡ് വർഷത്തിൽ 2 തവണയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ജാമിയ ഉറുദു അലിഗർ മുന്നോട്ട് വയ്ക്കുന്ന 2 പ്രോഗ്രാംസ് ആണ് അദീബ് ആൻഡ് അദീബ് ഇ മാഹിർ. അദീബ് എന്ന് പറയുമ്പോൾ SSLC, അദീബ് ഇ മാഹിർ എന്ന് പറയുമ്പോൾ +2. ഓക്കെ, ഈ ഒരു 2 പ്രോഗ്രാംസ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇവർ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ 2 തവണയാണ്. ഒന്ന് ഇപ്പൊ ഇനി വരുന്നത്, റീസെന്റ് ആയി വരുന്നത് നമുക്ക് ജൂൺ ജൂലൈ ആണ്. ജൂൺ ജൂലൈയിൽ എക്സാംസ് ഉണ്ട്, അതിന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജനുവരി ഫെബ്രുവരി ആണ്. സോ നമ്മളിപ്പോ ജൂൺ ജൂലൈയിലെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും SSLCയോ +2 നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു വളരെ ഉപകാരമായിരിക്കും അവർക്ക്. ഇപ്പൊ ജോലി ഉള്ളവരാണെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റൊരു ഓപ്പണിംഗ് സ്കൂളിനെക്കാട്ടും ഫീസ് വളരെ കുറവാണ്. അത് മാത്രമല്ല ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, ഓൺലൈൻ സ്റ്റഡീസും ആണ്. നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നല്ലൊരു ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്ത് പാസ്സാവാൻ പറ്റും കേട്ടോ. അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ് സബ്മിഷൻ, അതിന്റെ ഗൈഡിങ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. മെന്റർ സപ്പോർട്ട് 24 hours നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അഡ്മിഷൻ എടുക്കാനും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ജാമിയ ഉറുദു അലിഗറിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ബൈ.